അഡ്വക്കേറ്റ് BN ഹസ്കർ വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടാൻ പോവുകയാണെന്ന് മാത്രമല്ല ഒരു പരിധിവരെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഈ ഉത്തരവ് തന്നെ നോക്കുകയാണെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതിനകം അന്വേഷണം നടത്തിക്കഴിഞ്ഞു. അതിൽ വേഗമായിട്ടുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. കൃത്യമായ മറുപടി പറയാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല, CMRL കഴിഞ്ഞിട്ടില്ല, KSIDCക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഒരു നോട്ടീസല്ല, ഒന്നിലധികം നോട്ടീസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ഈ ഉത്തരവിൽ അയച്ചിട്ട് പോലും അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു സർക്കാർ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല, CMRLനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒരു പരിധിവരെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന്. രണ്ട് കാര്യമാണല്ലോ പറഞ്ഞത്. സുതാര്യമായിരുന്നു എക്സാലോജിക് കമ്പനിയും CMRLുമായുള്ള കരാർ അല്ല എന്ന് ഈ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ കമ്പനികാര്യ മന്ത്രാലയം കൂടുതൽ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. രണ്ട്, വീണ വിജയനോട് ഇക്കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനിയുമായി ഇക്കാര്യത്തെപ്പറ്റി ഒരു കാര്യവും ചോദിച്ചിരുന്നില്ല, കമ്പനിയോട് ചോദിച്ചിരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. മഞ്ജുഷേ, ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു തരത്തിലും നാച്ചുറൽ ജസ്റ്റിസ് വയലേഷൻ നടത്തിക്കൊണ്ട് ചില നിരീക്ഷണങ്ങൾ അവരുടെ ഫൈനൽ റിപ്പോർട്ടിൽ വരുന്നു. ആ വിധിയിൽ വന്നിട്ടുള്ള നിരീക്ഷണങ്ങളെ തുടർന്ന് കേരളത്തിൽ നടാടയില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിക്കുന്നു. സ്വാഭാവികമായും ആ രാഷ്ട്രീയ വിവാദത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ കത്തിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന ചിലർ ഇങ്ങനെ വിമർശനങ്ങളുമായി വരുന്നു. കമ്പനീസ് ആക്ടിലെ 2013 വന്ന അമെന്റ്മെന്റിനെ തുടർന്നിട്ടാണ് സെക്ഷൻ 210 പ്രകാരമുള്ള എൻക്വയറി കമ്പനീസ് ആക്ടിൽ നിലവിൽ വരുന്നത്. സെക്ഷൻ 210 കമ്പനീസ് ആക്ടിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഏതെങ്കിലും കമ്പനികൾ നടത്തിയാൽ അത് അന്വേഷിക്കുന്നതിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി നടക്കുന്ന ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഫ്രോഡോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യമോ ഒഫൻസസോ നടന്നതായി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് തോന്നിയിരുന്നുള്ള 212 പ്രകാരമുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഏജൻസി ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയാണ് അത് അന്വേഷിക്കേണ്ടത്. അത് FIRന് തത്തുല്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ അന്വേഷണം ആരംഭിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണമല്ല നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ താങ്കൾ ROCയുടെ അന്വേഷണം എന്തുകൊണ്ട് കാണുന്നില്ല? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ടിടത്തും ബംഗളൂരുവിലും കൊച്ചിയിലും അന്വേഷണം നടത്തി ഈ 3 കമ്പനികളിൽ നിന്നും എക്സാലോജിക്കിൽ നിന്നും CMRLൽ നിന്നും KSIDCയിൽ നിന്നും അഭിപ്രായം തേടി നോട്ടീസ് അയച്ച് അതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ROC അന്വേഷണം കഴിഞ്ഞു. അവിടെ നിന്ന് അടുത്തത് സെക്ഷൻ 210 അനുസരിച്ച് അന്വേഷണത്തിലേക്ക് പോയി. അതിനനുസരിച്ച് 2206(4) കമ്പനി ആക്ട് അനുസരിച്ചുള്ള അത് കഴിഞ്ഞു. 206(4) അനുസരിച്ചുള്ള അന്വേഷണം കഴിഞ്ഞു. അടുത്ത 210(1)(c) അനുസരിച്ചുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഘട്ടം ഘട്ടമായിട്ടാണല്ലോ അന്വേഷണം നടത്തുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇക്കാര്യത്തിൽ കൊച്ചിയും ബാംഗ്ലൂരും CMRLനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എക്സാലോജിക്കിനെ സംബന്ധിച്ചും 2 വ്യത്യസ്തമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കമ്പനികളെ സംബന്ധിച്ചും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കമ്പനികളെ സംബന്ധിച്ചും സ്വാഭാവികമായി നടത്തുന്ന അന്വേഷണ പ്രക്രിയ മാത്രമാണ് അത്തരത്തിൽ 206 പ്രകാരമുള്ള എൻക്വയറീസ് നടത്താറുള്ളത്. അത്തരമൊരു എൻക്വയറി കഴിഞ്ഞു. ആ എൻക്വയറിയിൽ സീരിയസ് അലിഗേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് സമയബന്ധിതമായി റിട്ടേൺസുകൾ ഫയൽ ചെയ്യാം. ആ റിട്ടേൺസുകൾ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ആ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എന്ന കുറ്റകൃത്യം ആയി തന്നെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കാണാറുള്ളത്. അപ്പോൾ ആ അന്വേഷണത്തിൽ ഫൈൻ ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ മാക്സിമം ചെയ്യാൻ കഴിയുക അതിലെ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ് ഉള്ള ഡയറക്ടേഴ്സിനെ ഭാഗികമായും അല്ലെങ്കിൽ പൂർണ്ണമായും തുടർന്ന് മറ്റ് കമ്പനികളുടെ ഡയറക്ടർമാർ ആവുന്നതിൽ നിന്ന് നിരോധിക്കുക തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് പലപ്പോഴും കമ്പനി നിയമപ്രകാരം ചെയ്യാൻ കഴിയുക. അല്ലാതെ അതെ, ഈ ഫൈൻ അടച്ചു കൊണ്ട് ഇതിനകത്ത് നിന്ന് ഊരിപ്പോരാൻ കഴിയുമെന്നൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഒരു പിഴ എന്ന് പറയുന്നത് പോലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണിത്, സാധാരണക്കാരുടെ കമ്പനിയല്ല. അതുകൊണ്ട് തന്നെ സൗജന്യം കൈപ്പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പൊതുജനം സംശയിക്കുമ്പോൾ
അതിന് സാധാരണക്കാർ നടത്തുന്ന കമ്പനിയുടെ പരിധിയിലേക്ക് ഇത് വരില്ല. നിയമമനുസരിച്ച് കമ്പനികളെല്ലാം ഒന്ന് തന്നെയാണ്, അന്വേഷണവും ഒരേ രീതിയിൽ തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ സംശയത്തിന്റെ മുന നീളുന്നത് എങ്ങോട്ടാണ്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കാണ്. അതിപ്പോൾ പിഴയാണെങ്കിൽ പിഴയടച്ച് ഊരിപ്പോരാവുന്ന ഒരു അന്വേഷണവും ഒരു ശിക്ഷയുമേ അതിനകത്തുള്ളൂ എങ്കിൽ പോലും അതിന് തീവ്രത കൂട്ടുന്നതാണ്. നമ്മൾ ഇതിനെ നിയമപരമായി കാണേണ്ടത് നിയമപരമായി തന്നെ കാണണം, രാഷ്ട്രീയമായി കാണേണ്ടത് വ്യത്യസ്തമായി രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന സ്ഥാപനം എന്ന നിലയിൽ ആണ് രാഷ്ട്രീയപരമായി ഇക്കാര്യത്തിൽ ഒരു പ്രസക്തി സംഭവിക്കുന്നത്. അല്ല, അത് സുതാര്യമായിരിക്കണം. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്നതാണെങ്കിലും അത് വയലേഷൻ ഇല്ലാതെ പ്രവർത്തിപ്പിക്കേണ്ട ബാധ്യത മറ്റേതൊരു കമ്പനിയേക്കാളും കൂടുതലുണ്ട്. അത് താങ്കൾക്ക് അറിയാമല്ലോ. ധാർമ്മികത എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണെന്ന് വെച്ച് അന്വേഷണം നടത്താതിരിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടാനല്ല അവഗണിക്കാൻ ഒരുങ്ങുന്നു. ഇതെന്താണ്? അങ്ങനല്ല, ഇത് രാഷ്ട്രീയമായി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ ലക്ഷക്കണക്കിനാണ്. ആ ലക്ഷക്കണക്കിന് വരുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കമ്പനികളിൽ ഇത്തരം സ്വാഭാവികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ വയലേഷൻസ് നിലവിലുണ്ട്. ആ വയലേഷൻസിലെ പെരുപ്പിച്ചു കാണിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ചിലർ ഏറ്റെടുത്തിരിക്കുന്നത്. ആ വയലേഷൻസിനെ സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസും അതുപോലെ തന്നെ SFIC അടക്കമുള്ള ഏജൻസികൾ പല ഘട്ടങ്ങളിലും അന്വേഷണം നടത്തിയിട്ടുണ്ട്. SFIO നടത്തുന്ന അന്വേഷണങ്ങൾ എത്ര കേസുകളാണ് നിലവിലുള്ളത്? ശരി. പക്ഷെ ഭരണത്തിന്റെ തണലിലാണ് ഈ സൗജന്യമൊക്കെ കിട്ടുന്നത്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അതുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, മറ്റു കമ്പനികൾ പോലെയല്ല. ഭരണത്തിന്റെ നിഴലിൽ സൗജന്യങ്ങൾ കിട്ടുമ്പോൾ ആ സൗജന്യങ്ങൾ എന്തിനു നൽകി എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുമ്പോൾ അതിന് ധാർമ്മികത എന്ന ഒരു പേര് കൂടി ഇട്ട് വിളിക്കേണ്ടി വരും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പണിക്കർ,